ആസ്ട്ര ക്രിക്കറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യക്കായി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെ ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവങ്ങൾ നേരിട്ട കാലത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ വജ്രായുധമായ സ്പിൻ ബൗളർ വരുൺ ചക്രവർത്തി. 2021 യുഎഇയിൽ നടന്ന T20 ലോകകപ്പിലെ മോശം പ്രകടനത്തിന് ശേഷം തനിക്ക് ഫോൺ കോളുകളിലൂടെ ഭീഷണികൾ ലഭിച്ചുവെന്നാണ് വരുണിന്റെ വെളിപ്പെടുത്തൽ. ഇന്ത്യയിലേക്ക് മടങ്ങി വരരുതെന്നുള്ള ഭീഷണികളാണ് ഫോൺ കോളുകളിലൂടെ തനിക്ക് വന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2021 T20 ലോകകപ്പിൽ നിന്നും ഇന്ത്യ പുറത്തായതിനു ശേഷം ചെന്നൈയിലെ തന്റെ വീട്ടിലേക്ക് ആളുകൾ തന്നെ പിന്തുടർന്നെന്നും വരുൺ പറഞ്ഞു. 2021 T20 ലോകകപ്പിന് ശേഷം ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ തന്റെ അന്താരാഷ്ട്ര കരിയർ അതോടുകൂടി അവസാനിച്ചെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. 2021 ജൂലൈയിൽ ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിലാണ് താൻ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ആ വർഷം വിരാട് കോഹ്ലി നയിച്ച T20 ലോകകപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ നിർഭാഗ്യവശാൽ അന്ന് ടീമിന് വേണ്ടി തനിക്ക് വേണ്ടത്ര മികവ് പുറത്തെടുക്കാൻ സാധിച്ചില്ല. 3 മത്സരങ്ങൾ കളിച്ച വരുണിന് ഒരു വിക്കറ്റ് പോലും അന്ന് നേടാനായില്ല. ദുബായിൽ ഇന്ത്യ പാകിസ്ഥാനോട് 10 വിക്കറ്റിന്റെ തോറ്റ മത്സരത്തിൽ ഇന്ത്യയുടെ ബൗളിംഗ് നിരയിൽ വരുൺ ഉണ്ടായിരുന്നു. ലോകകപ്പ് മത്സരത്തിൽ പാകിസ്ഥാനോട് ഇന്ത്യയുടെ ആദ്യ തോൽവിയായിരുന്നു അത്. എനിക്കത് ഇരുണ്ട കാലമായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ ലോകകപ്പ് ടീമിലെത്തിയ ശേഷം നീതി പുലർത്താൻ കഴിഞ്ഞില്ലെന്ന് ഞാൻ കരുതി. ഒരു വിക്കറ്റ് പോലും എടുക്കാത്തതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. അതിനുശേഷം 3 വർഷത്തേക്ക് എന്നെ തിരഞ്ഞെടുത്തതേയില്ല. അതിനാൽ ടീമിലേക്കുള്ള തിരിച്ചുവരവ് അരങ്ങേറ്റത്തിലേക്കുള്ള പാതയേക്കാൾ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിൽ പറയുകയുണ്ടായത്. ഏതായാലും ടീമിലേക്കുള്ള തന്റെ രണ്ടാം വരവിന് ശേഷം ഇപ്പോൾ ഏകദിനത്തിലും T20യിലും മാറ്റി നിർത്താൻ പറ്റാത്ത ഇന്ത്യയുടെ ഒരു തുറുപ്പുചീട്ട് ബൗളർമാരിൽ ഒരാളായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. നിലവിൽ T20 ODI ഫോർമാറ്റിലും ടീമിന്റെ ഭാഗമായി മാറിയ വരുൺ ചക്രവർത്തി ടെസ്റ്റ് മത്സരത്തിലും ഇനി ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.